നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നെടുത്ത് പരിശോധിക്കുന്നു. ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് പോകും. നമ്മളോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. അപ്പോൾ വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. ഫസ്റ്റ് മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മെക്സിക്കോ സിറ്റിയിലാണ് നടക്കുന്നത്. ഒരു ആവേശക്കുറവുണ്ടോ? ആവേശക്കുറവ് ഫാൻ വാസ് നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ. പക്ഷെ എന്നാലും നമുക്ക് തോന്നും കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ നടന്ന പോലുള്ള ഒരു ആവേശം കാണുന്നില്ല. മറ്റത് നമ്മൾ ഓരോ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തമ്മിൽ വിവിധ ചേരികളിലായിട്ടുള്ള പോരാട്ടങ്ങൾ സംഭവങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫ്ലെക്സൊക്കെ വളരെ ലേറ്റായിട്ടാണ് വെച്ചത്. പിന്നെ ഇന്ന് ഫസ്റ്റ് മാച്ചായിട്ടും ഒരു ഉറക്കം. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നേരത്തൊക്കെ ഈ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് കളിക്കല്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വേൾഡ് കപ്പ് ആയിട്ടാണ് ഈ ആതിഥേയർ കളിക്കുന്നത്. ഇപ്പം ഇന്ന് അർജന്റീനയാണ് ഇന്നത്തെ കളി കളിക്കുന്നതെങ്കിൽ ആവേശം മാറൂല. തീർച്ചയായിട്ടും അതൊരു ഘടകമാണ്. പിന്നെ നമ്മൾ ഖത്തറിലൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു അയൽപ്പക്കത്ത് നടക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ്. പിന്നെ നമ്മുടെ കുറേ ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലൊരു ചൂട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കളി നാളത്തെ കളി കഴിഞ്ഞതോടുകൂടി ആവേശം ട്രാക്കിലാവുന്ന വരുന്നത് അല്ലേ? അപ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. സുഹൃത്തുക്കൾക്ക് അറിയാലോ. അതായത് നമുക്ക് 48 ടീമുകൾ ഇത്തവണ ഉണ്ട്. പക്ഷേ ഫിഫ 12 ഗ്രൂപ്പുകളാണ് ആക്കിയത്. 4 ടീമുകളിലുള്ള 12 ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമാണ് നേരിട്ട്, അതായത് അങ്ങ് റൗണ്ട് ഓഫ് 32ലേക്കാണ്. ഇതുവരെ 32 ടീമുകൾ 8 ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് 32 ശരിക്കും നമ്മളൊരു നോക്കൗട്ട് റൗണ്ട് ആയിട്ട് തുടങ്ങും. അതെ. അപ്പോൾ ഇവിടെ റൗണ്ട് ഓഫ് 32 തുടങ്ങുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ഓഫ് 32ലേക്ക് വരുമ്പോൾ ഈ 12 ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ വരുമ്പോൾ 24 ആവുള്ളൂ. ബാക്കി 8 ടീമുകൾ മികച്ച 3-ാം സ്ഥാനക്കാരും, മികച്ച 8 3-ാം സ്ഥാനക്കാരും കൂടി ചേരും. അപ്പോൾ ഇത് ഇപ്പം ഗ്രൂപ്പിൽ 4 ടീമുള്ളതിൽ മിക്ക ഗ്രൂപ്പുകളിൽ നിന്നും 3 ടീമുകളും ക്വാളിഫൈ ചെയ്യുന്നൊരവസ്ഥ വരും. മുമ്പത്തെ, അതായത് 2022 വരെയുള്ള ഫിഫ ടൂർണമെൻറ്റുകളിലൊക്കെ വേൾഡ് കപ്പിലൊക്കെ മരണ ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ, അതായത് ഏതെങ്കിലും എന്താ പറയുക, നമുക്ക് ചില ഏത് ടീം അല്ലെങ്കിൽ എന്താ പറയുക ആരും മുന്നോട്ട് പോകുന്ന പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് ചില ടീമുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് അതൊക്കെ ടീമുകൾ സാധ്യത പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പൊ മരിച്ചു വീഴുന്ന ഗ്രൂപ്പുകൾ ഇപ്പൊ കുറവായി. കാരണം 3 ടീമും കയറങ്ങി പിന്നെ അങ്ങനെ ഒരു മരിച്ചു വീഴലില്ലല്ലോ. എന്നാലും ചില ഗ്രൂപ്പുകൾ കുറച്ച് ടൈറ്റാണ്, ടഫാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഓരോ ഗ്രൂപ്പ് നോക്കാം. ഗ്രൂപ്പ് ആരൊക്കെ പോകും നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, സെച്ചിയ, അതായത് ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ ഇതിൽ ആരൊക്കെ കടക്കുന്നതാണ്? ഇതിൽ എങ്ങനെ ഒരു മാച്ച് വരും എന്നാണ് സാറ് കരുതുന്നത്? അത് ഒന്ന് മെക്സിക്കോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെക്സിക്കോ ഇപ്പോൾ നല്ലൊരു വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവരിപ്പോൾ ഈ ലോകകപ്പിലെ മത്സരങ്ങൾ നേരിടുന്നുള്ളതാണ്. അതായത് ഇവരുണ്ടായിരുന്ന സന്നാഹ മത്സരങ്ങൾ 3 വിജയിച്ചു, നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ഹോസ്റ്റിംഗ് നാഷൻ എന്ന് പറയുന്ന സംഭവം അവർ ആ ഒരു ആവേശം, കോൺഫിഡൻസ് അതുണ്ടാവും സ്വാഭാവികമായിട്ട്. പിന്നെ ഞാൻ കണ്ടു അവരെ ചില സന്നാഹ മത്സരങ്ങളുടെ ഒരു പ്രസക്ത ഭാഗങ്ങളൊക്കെ കണ്ടു. കുഴപ്പമില്ല, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മെക്സിക്കോ. അതായത് മെക്സിക്കോ എപ്പോഴും എല്ലാ വേൾഡ് കപ്പ് ശരാശരി രീതിയിൽ ഇപ്പോൾ ഒന്നുകിൽ റൗണ്ട് ഓഫ് 16 അല്ലെങ്കിൽ ക്വാർട്ടർ ആ രീതിയിൽ ഒക്കെ എത്തുന്ന ഒരു ടീമാണ് ആ രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എന്തായാലും നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്ന തോന്നുന്നത്. അപ്പം മെക്സിക്കോയുടെ കൂടെ ആ ഗ്രൂപ്പിൽ നിന്ന് ആര് കയറും? വേറെ 2 സാധ്യത. സൗത്ത് ആഫ്രിക്കയ്ക്ക് അതിൽ സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം റീസെൻ്റ്ലി അവർക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്, നല്ല രീതിയിൽ. പക്ഷേ സ്റ്റിൽസ് ഫുട്ബോൾ എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക് 2 ടീമുകൾക്ക് സാധ്യതയുണ്ട്. ചെക്ക് റിപ്പബ്ലിക് പഴയ പോലെ യാൻ കോളറും അതേപോലെ തന്നെ റോസിക്കും മിലംബാരോസ് ഉള്ള കാലഘട്ടമൊന്നും അല്ല. ഒരു ടൈമിൽ ചെക്ക് റിപ്പബ്ലിക് 2ാം റാങ്കിൽ വരെ എത്തിയിരുന്നു, ആ ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചെക്ക് റിപ്പബ്ലിക്കിനും അതേപോലെ തന്നെ എന്താ പറയുക സൗത്ത് കൊറിയക്കും സാധ്യതയുണ്ട്. പക്ഷേ സൗത്ത് കൊറിയ 2 മികച്ച വിജയങ്ങൾ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോനായിട്ട് ഒരു 5-0 സന്നാഹ മത്സരത്തിൽ വിജയിച്ചു. അതേപോലെ തന്നെ ഇവർ നമ്മുടെ എന്താ പറയുക എൽ സാൽവഡോറിനായിട്ട് 1 ഗോളിനും വിജയിച്ചു. അപ്പോൾ 2 സന്നാഹ മത്സരങ്ങൾ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് സൗത്ത് കൊറിയ. പിന്നെ അതുപോലെ തന്നെ സൗത്ത് കൊറിയക്ക് ഒന്നുകൂടി ഇതേപോലെ തന്നെ നോക്കൗട്ട് സെമി ഫൈനൽ വരെ 2002 വേൾഡ് കപ്പിൽ സെമി ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയ സാധ്യത കൂടുതൽ. അതിപ്പം സ്വാഭാവികമായിട്ടും സൗത്ത് കൊറിയൻ്റെ പല താരങ്ങളും യൂറോപ്യൻ ലീഗുകളിലൊക്കെ കളിക്കുന്നു. നല്ല ടീമാണ് സൗത്ത് കൊറിയ, സംശയമില്ല.
മെക്സിക്കോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ആവേശത്തോടെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഗിൽബർട്ടോ മോറ, വേൾഡ് കപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, അവൻ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ സാറ് പറയുന്നത് മെക്സിക്കോ ആൻഡ് സൗത്ത് കൊറിയ എന്തായാലും കയറുന്നു, പിന്നെ സെച്ചിയക്കും സാധ്യത, കാരണം 3 ടീമുകൾ കയറാലോ, സെച്ചിയും ആവാം. അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും സൗത്ത് ആഫ്രിക്കൻ്റെ കോച്ച് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തരോടാണ് സൗത്ത് ആഫ്രിക്ക കളിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക തോൽക്കുകയാണെങ്കിൽ പിന്നെ വലിയൊരു പ്രതീക്ഷ ഒന്നും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വെക്കാനില്ല. അതല്ല, സൗത്ത് ആഫ്രിക്ക എങ്ങാനും മെക്സിക്കോയെ അട്ടിമറിച്ചാൽ ഗെയിം ഓൺ, ആ ഗ്രൂപ്പിൽ പിന്നെ എന്തും സംഭവിക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ, സ്വിറ്റ്സർലൻഡ്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഇറ്റലിയെ ആ ഒരു പ്ലേ ഓഫിൽ അട്ടിമറിച്ച് പുറത്താക്കിയിട്ടാണ് വരുന്നത്. എടുത്ത് പറയാവുന്ന ആകെ രീതിയിലുള്ള സമീപകാലത്തുള്ള ഒരു മത്സരം എന്ന് പറയാ, പ്രകടനം എന്ന് പറഞ്ഞാൽ വേറെ സത്യം പറഞ്ഞ ഒരു പനാമ എന്ന് പറയുന്ന ഒരു കൺട്രി ആയിട്ട് പോലും വിജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സമനിലയും അതേപോലെ തന്നെ എന്താ പറയാ, പനാമയോട് തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ഒരു വേണ്ട രീതിയിൽ എടുത്തു പറയത്ത പ്രകടനങ്ങളൊന്നും അവരുടെ ഭാഗത്തില്ല. ഈ ഗ്രൂപ്പിൽ ഞാൻ വളരെ കാനഡയും സ്വിറ്റ്സർലൻഡും, കാനഡ നല്ല ഇംപ്രൂവ് ചെയ്യുന്ന ടീമാണ്, നല്ല രീതിയിൽ മാത്രമല്ല അവരുടെ നാട്ടിലാണ് അവരുടെ കളികളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ഈ ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലൻഡും കാനഡയും കയറുന്നു. ഖത്തറിന് എന്താണ് പ്രതീക്ഷ? ഖത്തറിന് ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. മലയാളി കളിക്കുന്നുണ്ട്, മലയാളികൾ കളിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിലയിരുത്തും അങ്ങനെ ഇമോഷണൽ ആയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഒരു ഏഷ്യൻ ടീം എന്നുള്ള നിലയിൽ ഒരു ചായ്വ്, അപ്പൊ ഖത്തർ മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് സന്തോഷം. ഏഷ്യൻ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും നമ്മള് വസ്തുതകളെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതെപ്പോഴും അതിൽ പറയാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ഫുട്ബോളാണ്. അതെ, ഈ പറയുന്നതിലൊക്കെ എന്ത് മാറ്റം വേണമെങ്കിലും വേണമെങ്കിലും സംഭവിക്കാം. എല്ലാം കാനഡക്ക് നമുക്കറിയാം, അവരുടെ അൽഫോൻസോ ഡേവിസിനെ പോലെ, ജൊനാഥൻ ഡേവിഡിനെ പോലെയൊക്കെ ഉള്ളവർ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാനഡയാണ്. അപ്പോൾ കാനഡക്ക് പിന്നെ സ്വന്തം നാട്ടിൽ ഇപ്പൊ ഇന്നലെ മെക്സിക്കോന്റെ കോച്ച് പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ വേൾഡ് കപ്പ് എന്ന് കളിക്കുക എന്നുള്ളത് വേറൊരു ഫീലാണ്. അപ്പോൾ ആ ഫീല് കൊടുക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിൽ ഈ മെക്സിക്കോയും കാനഡയും USA ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ വിലയിരുത്തലുകളുടെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ കാനഡ, സ്വിറ്റ്സർലൻഡ് സാർ ഉറപ്പിച്ചു പറയുന്നത്. ഗ്രൂപ്പ് സി ബ്രസീലിന്റെ ഗ്രൂപ്പാണ്. ബ്രസീൽ, മെക്സിക്കോ, മൊറോക്കോ, ഹെയ്റ്റി, സ്കോട്ട്ലൻഡ്. ബ്രസീൽ, മൊറോക്കോ ഉറപ്പാണ്. ഈ രണ്ട് അത് എനിക്ക് സംശയമില്ല. മൊറോക്കോ നല്ല രീതിയിൽ മെച്ചപ്പെട്ടുള്ള ടീമാണ്, നല്ല രീതിയിൽ റാങ്കിങ്ങും പെർഫോമൻസിന്റെ കാര്യത്തിലും കണ്ടു. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മുടെ സെമിഫൈനലിൽ എത്തി. അത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ അവർ 7ാം റാങ്കിലാണ് ഉള്ളത്. അത് മാത്രമല്ല, നല്ല മത്സരങ്ങൾ, നല്ല വിജയങ്ങൾ, നല്ല രീതിയിൽ കളിക്കുന്നത്, നല്ല പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹൃദയം കൊണ്ട് വളരെ കമ്മിറ്റ്മെന്റോട് കളിക്കുന്ന, ഡെഡിക്കേഷനോട് കളിക്കുന്ന ടീമാണ് മൊറോക്കോ. അപ്പം മൊറോക്കോ ബ്രസീലിന് ആലോചിക്കുന്നുണ്ട്. ആ ഒരു മൊറോക്കോ, സ്പെയിന്, പോർച്ചുഗൽ ഏകദേശം ആ ഒരു സർക്കിളിലുള്ള രാജ്യങ്ങൾ, ഏകദേശം ആ മൂന്നും എന്താ മൊറോക്കോ നല്ല രീതിയിൽ അവർ വളരെയധികം. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറെ താരങ്ങൾ ഈ ഫ്രാൻസിലും പിന്നെ പോർച്ചുഗലിലും ഒക്കെ ജനിച്ചവരും അവിടെ വളർന്നവരും അവിടെ കളിച്ചവരും ഒക്കെയാണ്. അപ്പം ബ്രസീലിന് മൊറോക്കോ പണി കൊടുക്കുമോ? ബ്രസീലിന് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മൊറോക്കോ അൺപ്രഡിക്റ്റബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, മൊറോക്കോ എന്ന് പറയുന്നത് നമ്മൾ മിന്നോസിന്റെ ഗണത്തിൽ ശരിക്കും ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം. ഡാർക്ക് ഹോഴ്സ് തന്നെയാണ് മൊറോക്കോ എന്ന് പറയുന്നത്. അല്ല, ഞാൻ മിന്നോസായി കണ്ടിട്ട് ചോദിക്കല്ല, ബ്രസീലിന് പണി കൊടുക്കും മൊറോക്കോ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് പണി കൊടുത്തുകൂടാ? അതായത് ഇപ്പോ മൊറോക്കോയുടെ എസബ്ദക്ക് പരിക്ക് ബ്രസീലിനെതിരെ കളിക്കൂല, എന്നാലും അവർക്ക് മറ്റ് സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ യൂത്ത് വേൾഡ് കപ്പ് മൊറോക്കോ ജയിച്ചു. അത് ഒരു വലിയ ഒരു സ്റ്റെപ്പാണ്. കാരണം ഇനി ഭാവിയിലും അവർക്ക് നല്ല ടീം ഉണ്ടാവും എന്നതിൻ്റെ ഒരു സൂചനയാണ് യൂത്ത് വേൾഡ് കപ്പ് അവർ ജയിച്ചു എന്നുള്ളത്. മറുഭാഗത്ത് ആഞ്ചലോട്ടിൻ്റെ ബ്രസീലാണ്. അപ്പം ആഞ്ചലോട്ടിക്ക് ഫസ്റ്റ് മാച്ച്, വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ചാണ് ബ്രസീൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ബ്രസീൽ മൊറോക്കോ ഫസ്റ്റ് മത്സരം വരുന്നുണ്ട്, ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് മത്സരം. അപ്പോൾ അതിലെ വിജയികളായിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് രണ്ടും ദുർബല ടീമുകൾ, സ്കോട്ട്ലാൻഡും സ്കോട്ട്ലൻഡാണ്. പിന്നെ ഒരു പണി തരാനുള്ള ബ്രസീലിനോ മൊറോക്കോക്കൊക്കെ പണി കൊടുക്കാൻ എന്തെങ്കിലും കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ സ്കോട്ട്ലൻഡാണ്. പക്ഷേ ഈ ഡ്രോ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. സമനിലകളാകുമ്പോൾ പക്ഷെ ഇപ്പൊ സമനിലകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ വിജയത്തിന് തുല്യ, പരാജയത്തിന് തുല്യ. കാരണം 2 പോയിന്റ് വ്യത്യാസമുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ സമനിലയിലൂടെ മാത്രം നോക്കൌട്ടിലേക്ക് പോയവരൊക്കെ 3 ടീം ആയതുകൊണ്ട് ചിലപ്പോ
അത് 3 ടീം കയറുമല്ലോ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സമനില പിടിച്ചാലും ചെറിയ സാധ്യതകൾ ഇപ്പോൾ ഇത് വൈഡ് ഓപ്പൺ ആയി. ഈ 3 ടീം കയറുന്ന പറയുമ്പോഴേ സംഗതി ഒന്നുകൂടി വൈഡ് ഓപ്പൺ ആയി എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ 2016 പോർച്ചുഗൽ കപ്പെടുത്ത എങ്ങനെയാണ് യൂറോ കപ്പ് കഴിഞ്ഞ വീഡിയോയിലും സാറ് പറഞ്ഞിട്ടുണ്ട്, അത് ചില സുഹൃത്തുക്കൾക്ക് പറ്റിയിട്ടില്ല കേട്ടാ. നിങ്ങൾ പോർച്ചുഗലിനെ മോശമാക്കി പറയുന്നത് അല്ല, മോശമാക്കി നമ്മൾ വസ്തുതകൾ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ എന്ന് പറയും എന്നുള്ളത് എന്തും സംഭവിക്കാന്നാ സാറ് പറയുന്നത്. മൊറോക്കോ ബ്രസീലിനെ അട്ടിമറിച്ചേക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ബ്രസീൽ ഒന്നാമതും മൊറോക്കോ രണ്ടാമതാവും, അതല്ല മൊറോക്കോ ഒന്നാമതും ബ്രസീൽ രണ്ടാമതാവും. കാരണം ഇത് പിന്നെ നോക്കൌട്ടിലേക്ക് പോകുമ്പോൾ ഫിക്സറിനെ ബാധിക്കുന്ന വിഷയമാണ് 1-2 സ്ഥാനങ്ങൾ. ഞാൻ കണ്ട മൊറോക്കോയിലുള്ള പ്രകടനത്തിന് ഞാൻ മൊറോക്കോയുടെ പ്രകടനങ്ങൾ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരിപ്പോൾ ആണെങ്കിൽ സമനിലയോ അല്ലെങ്കിൽ 1-0 അങ്ങനത്തെ രീതിയിലൊന്നല്ല. അവർ കൂടുതൽ ഗോൾ അടിച്ചിട്ട് നല്ല രീതിയിൽ വിജയിക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഒരു ബ്രസീലിനായിട്ട് ഒരു സമനില വന്നാൽ പോലും ചിലപ്പോൾ മറ്റുള്ള ടീമുകളായിട്ട് നല്ല രീതിയിലേക്ക് വിജയിച്ച് എങ്ങനെയെങ്കിലൊക്കെ തീർച്ചയായിട്ടും 1ാം സ്ഥാനം പിടിക്കുന്ന അങ്ങനെ സാധ്യത ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മൊറോക്കോ ബ്രസീൽ തമ്മിൽ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്, ക്രൂഷ്യലാണ്. ഈ ഗ്രൂപ്പിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു കളിയായിരിക്കും ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. എയ്റ്റിക്കും സ്കോട്ട്ലൻഡും വലിയ ഒരു പ്രതീക്ഷകൾ കൊടുക്കുന്നില്ല. അപ്പോൾ മൊറോക്കോന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, സമീപകാലത്താണ് അവരുടെ കോച്ചിനെ മാറ്റി ഒഹാബി കോച്ചാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് എത്രത്തോളം അവർ വർക്ക് ചെയ്യും ഈ വേൾഡ് കപ്പിന് എന്നുള്ളത് ഒരു സംശയം ആണ്. എന്നാൽ പോലും ഇതിൽ ഈ കാര്യത്തിൽ സംശയമില്ല, അവർ ക്വാളിഫൈ ചെയ്യുന്നുള്ളത് 1-ആവോ 2-ആവോ എന്നുള്ളതാണ് സംശയമുള്ളത്. അത് ഈ മത്സരത്തെ ആശ്രയിച്ച് വരും. ഗ്രൂപ്പ് ഡി USA, ഓസ്ട്രേലിയ, തുർക്കിയെ 4 ടീമുകളും നോക്കൌട്ടിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ കാണുന്നത്, ഗ്രൂപ്പ് ഡി കാണുന്നത്. പക്ഷെ അതില് USA ഇപ്പം പൊച്ചറ്റീനോ ആണ് കോച്ച്. അതുപോലെ നല്ല സൂപ്പർ പ്ലേയേഴ്സ് ഇപ്പം യൂറോപ്പിൽ അടക്കം കയറുന്നുള്ളതാണ്. കാരണം US ഒന്നാമെന്ന് വെച്ചെങ്കിൽ അവർ ആതിഥേയരാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു കോൺഫിഡൻസും നല്ലൊരു പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ വേൾഡ് കപ്പ് വളരെ പ്രസ്റ്റീജിയസ് സംഭവമായിട്ടാണ് പൊച്ചറ്റീനോ ഒക്കെ കാണുന്നത്. പൊച്ചറ്റീനോയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അത് ഈ വേൾഡ് കപ്പോടുകൂടി അധികം USA വിട്ട് വീണ്ടും യൂറോപ്പിലെ ഏതെങ്കിലും വലിയ ക്ലബിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, ഏത് ക്ലബിനോട് നെഗോഷിയേറ്റ് ചെയ്യാനും നല്ലൊരു റിസൾട്ട് മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പം അതും പിന്നെ പുലിസിച്ച്, ഡസ്റ്റ് ഒക്കെ പോലെയുള്ള റൈന പോലെയൊക്കെയുള്ള സൂപ്പർ പ്ലേയേഴ്സും ഉണ്ട്. സോ അവർ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനാണോ സാധ്യത? US ആണ്. പക്ഷെ ഓസ്ട്രേലിയക്ക് ഞാൻ അതിൽ സാധ്യത കുറവ് കാണുന്നത്. കാരണം കഴിഞ്ഞ ഖത്തർ ഒരു ഓസ്ട്രേലിയ പോലെ അല്ല ഇപ്പം തോന്നുന്നുണ്ട്. കാരണം അർജന്റീനയെ ഒന്ന് ഉറപ്പിച്ചിട്ടാണ് പ്രീ ക്വാർട്ടറിൽ തോറ്റത്. അപ്പം അതാണ്. അപ്പം ഗ്രൂപ്പിൽ നമ്മൾ USA ക്വാളിഫൈ ചെയ്യും ഉറപ്പായിട്ടും. ഇതില് തുർക്കി തോന്നുന്നു നല്ല രീതിയിൽ സന്നാഹ മത്സരങ്ങൾ നല്ല സൂപ്പർ ടീമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സും തുർക്കിയാണ്. അതെ നോക്കുമ്പോൾ ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ പരാഗ്വയും ഓസ്ട്രേലിയ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ടീമുകളാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ USA ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നു, ഗ്രൂപ്പ് വിന്നേഴ്സ് ആവുന്നു. തുർക്കിയെ 2ാം സ്ഥാനം കൊണ്ട് കയറാം. ദെൻ 3ാം സ്ഥാനക്കാരിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് രണ്ടാലൊരു ടീമിനും സാധ്യത കൊടുക്കുന്നുണ്ട് അല്ലേ? 3ാം സ്ഥാനം നമ്മൾ എപ്പോഴും നമ്മളിതിൽ പറയുമ്പോൾ 3ാം സ്ഥാനക്കാരാവാം, പക്ഷെ ക്വാളിഫൈ ചെയ്യും കൂടി വേണം. അത് ഉറപ്പില്ല, സമവാക്യങ്ങൾ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെ ഗോൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. കാരണം 12 3ാം സ്ഥാനക്കാരുണ്ടാവും, അതിൽ 8 ആൾക്കാരെ കയറുള്ളൂ, 8 ടീമുകൾ കയറുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല. ദെൻ ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. ജർമ്മനി, കുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ. ക്യുറസാവോ ഒഴികെയുള്ള 3 ടീമുകൾക്ക് ചാൻസ് ഉണ്ട്. അതിലിപ്പോൾ ജർമ്മനി, ഐവറി കോസ്റ്റ്, ഫ്രാൻസിനെ തോൽപ്പിച്ചൊരു കോൺഫിഡൻസിൽ നിൽക്കുന്നുണ്ട്. അതെ. പക്ഷേ ഇക്കഡോറാണ് ഒന്നുകൂടി ഐവറി കോസ്റ്റിനേക്കാൾ സമീപകാലത്ത് നല്ല ടീം. നല്ല രീതിയിൽ അവരുടെ ഫിഫ റാങ്കിങ്ങിലും മുന്നിലാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ അവർ അർജന്റീനയായിട്ട് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി, ബ്രസീലിനായിട്ട് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി. പിന്നെ കൈസയുടെ പെർഫോമൻസ് മുന്നിലാണ്. പക്ഷേ ഞാൻ പറയാം, ഐവറി കോസ്റ്റിന്റെ കാര്യം പറയാനുള്ള കാരണം വെച്ചെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. തോന്നുന്നു ആ ഫ്രാൻസിനായിട്ടുള്ള ഒരു സന്നാഹ മത്സരം അവർ കളിച്ചിട്ടുള്ളത്. അതില് അവർ ഗോൾ അടിച്ചത് ആരാ അറിയോ? ഗോൾ അടിച്ചത് ഡിസേർഡുവിന്റെ ജ്യേഷ്ഠനാണ്. അതായത് ഫ്രാൻസിന്റെ സൂപ്പർ താരം ഡിസേർഡു. ആ ഡിസേർഡുവിന്റെ ജ്യേഷ്ഠനാണ് മറുഭാഗത്ത് ഫ്രാൻസിനെതിരെ ഗോൾ അടിച്ച ഒരാൾ എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കൂടി അവിടെ നടന്നു. അപ്പോൾ ഐവറി കോസ്റ്റും ഇക്വഡോറും, അപ്പോൾ ഇവർ രണ്ടാം സ്ഥാനത്തിനൊക്കെയുള്ള മത്സരമല്ലേ ഉള്ളൂ. ഒന്ന് ജർമ്മനിയനല്ലേ? ഒന്നാം സ്ഥാനം ജർമ്മനിയാവും. രണ്ട് വേൾഡ് കപ്പില് ജർമ്മനി കഴിഞ്ഞ കളിയിൽ ഇപ്പൊ പെറുവിനെ തോൽപ്പിച്ചില്ല ജർമ്മനി. കഴിഞ്ഞ മത്സരം ജർമ്മനി ജയിച്ചു. അതായത് ഇപ്പൊ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പില് ജർമ്മനി ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടില്ല. 2014 അവർ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി. അതിനുശേഷം 2018 2022 ഏഷ്യൻ ടീമുകളോട് തോൽക്കുകയാണ്. സൗത്ത് കൊറിയയോടും തോറ്റു, ജപ്പാനോടും തോറ്റു കണ്ടാണ് അവർ വേൾഡ് കപ്പിൽ പിന്നെ ക്വാളിഫൈ ചെയ്ത പുറത്തു. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ജർമ്മനിക്ക് പറ്റുമോ? ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നാണോ ഉറപ്പിച്ചു പറയുന്നത്? പറ്റുമെന്നുള്ള ജർമ്മനിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിശ്വാസമാണ്. ഈ പറയുന്ന പോലെ ജർമ്മനി എങ്ങനെയെങ്കിലൊക്കെ കയറും എന്നുള്ള. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൊഫഷണലിസ്റ്റും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഫുട്ബോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഒരു ജർമ്മൻ ഫുട്ബോൾ. ഇപ്പോൾ നാഗൽസ്മാൻ ആണ് ഇപ്പോൾ കോച്ച്. ഇതിൽ ഒരുപാട് സാധാരണ എന്താ പറയുക, ഇപ്പോൾ 2 പ്രാവശ്യം ഇതേപോലെ തന്നെ കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ നോക്കൗട്ട് സ്റ്റേജിൽ കടക്കാൻ പറ്റിയിട്ടില്ല. സോയിട്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ഇതുകൊണ്ട് 2 പ്രാവശ്യം ബാഡ് ലക്ക് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. പെർഫോമൻസ് കളി ഉണ്ടായിരുന്നു, പെർഫോമൻസിന്റെ കാര്യത്തിൽ വിഷയം ഉണ്ടായിരുന്നു. അതേസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചില സമയങ്ങളിൽ ചില ബാഡ് ലക്ക് എന്ന് പറഞ്ഞ സംഭവം പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ സാർ നേരത്തെ പെറു എന്ന് പറഞ്ഞു, അവർ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചത് ഐ തിങ്ക് ഗാനക്കെതിരെയും ഫിൻലാൻഡിനെതിരെയായിരുന്നു. USA-ക്കെതിരെ അവർ കളിച്ചു. ഫിൻലാൻഡിനെതിരെ 4 ഗോൾ ജയിച്ചത്. USA-ക്കെതിരെ 2-1. അപ്പോൾ അതൊരു കറക്ഷൻ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ചില പേരുകളൊക്കെ കണ്ടിട്ടൊക്കെ കൺഫ്യൂസ്ഡ് ആവാം. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പക്ഷെ 2 കളിയും സാറ് പറഞ്ഞ പോലെ അവർ ഗംഭീരമായിട്ട് ജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് USA ഈ വേൾഡ് കപ്പിൽ എന്തൊക്കെയോ ചെയ്യും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ് പൊച്ചറ്റീനോയുടെ കീഴിൽ. അപ്പോൾ അവർക്കെതിരെ 2-1 ജയിച്ചു. ഫിൻലാൻഡിനെതിരെ ഗംഭീരമായിട്ട് 4 ഗോളുകളുടെ വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ നഗൽസ്മാന് മുമ്പിൽ കുറെ വെല്ലുവിളികൾ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ആ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് പോയതിൻ്റെ ഒരു പ്രഷർ ഉണ്ട്. അത് ഇത്തവണ മാറ്റാൻ പറ്റും. കാരണം ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു സ്വഭാവം അതാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ മുസിയാല ആണെങ്കിലും അതുപോലെ മുന്നേറ്റത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല രൂപത്തിൽ ഹവേർട്സ് ഉണ്ട്. അപ്പോൾ നല്ല രൂപത്തിൽ പിന്നെ ഉള്ളത് ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ഫ്ലോറിൻ വേർഡ്സ് ഉണ്ട്. നമ്മുടെ ഗോൾ കീപ്പർ, അദ്ദേഹത്തിന്റെ പേര് ന്യൂ ഇയർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിനെ പറ്റി എന്ത് പറയുന്നു? 40 വയസ്സായി. 40 മാത്രമല്ല ന്യൂ ഇയർ നമ്പർ 1 ഗോൾ കീപ്പർ ആയിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണ് കോച്ച് പറയുന്നത്. അപ്പോൾ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ന്യൂ ഇയർ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. പക്ഷെ 2024 കളി നിർത്തി പോയ ആളെ വിളിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ ജർമ്മനിക്കുന്ന? ആ ടെർസ്റ്റേഗന്റെ പരിക്കും ഒരു കാരണമായിട്ടുണ്ടാവും, വേണമെങ്കിൽ ഉണ്ടാവാം അല്ലേ. ഏതായാലും ന്യൂ ഇയർ ആയിരിക്കും നമ്പർ 1 ഗോൾ കീപ്പർ എന്ന് പറയുന്നു. ഏതായാലും പിന്നാലെ ഉള്ള മറ്റു ഗോൾ കീപ്പർമാർക്ക് അതൊരു വഴിമുടക്കലല്ലേ എന്നുള്ള ഒരു സംശയമാണ്. ഇന്നലെ ബൗമന്റെ കാര്യത്തിലൊക്കെ ബൗമന് വലിയ സങ്കടമില്ല. പോർച്ചുഗലിന്റെ ഫ്രണ്ട്ലി കണ്ടപ്പോൾ മാച്ച് കണ്ടപ്പോൾ അത് നമുക്ക് വേറെ അങ്ങോട്ട് വരുമ്പോൾ പറയാം. അതെ, ഏതായാലും അത് ബൗമനെ ഇപ്പൊ നേരത്തെ ടെർസ്റ്റഗനായിരുന്നു ഈ ഒരു സങ്കടം. അത് ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഗോൾ കീപ്പറായി നിൽക്കുമ്പോൾ ടെർസ്റ്റഗൻ നമ്പർ 2 ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് കളിക്കാമെന്ന് വെക്കുമ്പോൾ ടെർസ്റ്റഗനെ പരിക്കാവുന്നു. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ബൗമൻ ഗോൾ കീപ്പർ ആവുന്നു അദ്ദേഹം വിചാരിച്ച് വെക്കുമ്പോൾ ന്യൂ ഇയറെ വീണ്ടും കോച്ച് കൊണ്ടുവന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഗ്രൂപ്പിൽ ജർമ്മനി ആയിരിക്കും ഒന്നാമത് അല്ലേ? തീർച്ചയായിട്ടും. രണ്ടാമത് ആരായിരിക്കും എന്ന് പറയാൻ പറ്റും? ഇക്വഡോർ ഓർ ഐവറി കോസ്റ്റ്? ഇക്വഡോർ ഓർ ഐവറി കോസ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐവറി കോസ്റ്റിന്റെ കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഘടകം അവിടെ ഉണ്ട്. ഇക്വഡോർ നല്ല രീതിയിൽ നല്ല റാങ്കിങ്ങിലും അതിലെ പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് നല്ല വിജയങ്ങളൊക്കെ റീസെന്റ് ഉണ്ടായിട്ടുണ്ട്. ഏത് ടീമിനെന്ന് ഉറപ്പിച്ച് പറയാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ ആയതുകൊണ്ടാണ് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത്. കാരണം ഇപ്പം എങ്ങനെയാണ് ചിലപ്പോൾ ഈ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ടീമുകളുടെ പിന്നെ നമുക്ക് ഒരു ഘടകം ഈ 2 രീതിയിലാണ്. എക്വഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ ലോകകപ്പ് നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഇക്വഡോറിനെ എന്തായാലും 2-3 സ്ഥാനങ്ങളിൽ ഈ 2 ടീം ഉണ്ടാവും. പ്രത്യേകിച്ച് ഒന്നുമില്ല, റോളില്ല. ശരി, അപ്പൊ അങ്ങനെ വരുമ്പോൾ മേ ബി ഇക്വഡോർ. ഇപ്പൊ എന്റെ ഒരു പിക്കാണെങ്കിൽ ഇക്വഡോർ രണ്ടാമത് വരുന്നു ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഇക്വഡോർ ഐവറി കോസ്റ്റ് രണ്ടും ആവാം. ചിലപ്പോൾ 2 ടീമും ക്വാളിഫൈ ചെയ്യാൻ ജർമ്മനിക്കൊപ്പം എന്നുള്ളൊരു അവസ്ഥയാണ്. ഗ്രൂപ്പ് എഫ് നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. എന്ത് പറയുന്നു? ടുണീഷ്യക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് മിക്ക വേൾഡ് കപ്പിൽ നമ്മൾ ടുണീഷ്യനെ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല.
നല്ല രീതിയിലൊക്കെ ചില കളികൾ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ട്യൂണീഷ്യ നല്ല രീതിയിലൊക്കെ കളിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ അതൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് ട്യൂണീഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ഈ അടുത്ത ലോകകപ്പിലുള്ള സന്നാഹ മത്സരങ്ങൾ, അതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ ഒരുപാട് പരാജയങ്ങളൊക്കെ ട്യൂണീഷ്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പിന്നെ സ്വീഡന്റെ കേസിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പഴയ സ്വീഡൻ അല്ല, സ്വീഡൻ ഇതേപോലെ തന്നെയാണ്. ഗ്യോക്കറസും അതുപോലെ അലക്സാണ്ടർ ഐസക്കും ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ഒരു പിടി പിടിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഞാനിതിൽ കാണുന്ന ഒന്നുകൂടി പിന്നെയും സാധ്യത ജപ്പാനാണ്. കറക്റ്റ്. ജപ്പാൻ ഇപ്പം ഈ ബ്രസീലിനെതിരെ കഴിഞ്ഞ വർഷം നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനെ തോൽപ്പിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ടീം ജപ്പാനല്ലേ? ഏഷ്യയിൽ തീർച്ചയായിട്ടും ജപ്പാൻ തന്നെയാണ്. ജപ്പാൻ ഇപ്പോൾ ഏഷ്യയിൽ നമ്മളിപ്പോൾ ഫുട്ബോൾ ഒരു പ്രൊഫഷണലി അത്രയും നമ്മൾ എന്താ പറയുക ഒരു പുരോഗതി കൊണ്ടുവരാനുള്ള ഒരു ജപ്പാൻ ആ രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ ആണ്. പിന്നെ ജപ്പാനും അതേപോലെ സൗത്ത് കൊറിയയാണ് പിന്നെ ഒരു പരിധി വരെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ജപ്പാന് എന്തായാലും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെതർലാൻഡ്സ് ആയിരിക്കുമോ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ? നെതർലാൻഡ്സ് ആയിരിക്കും എന്നുള്ളതാണ്. നെതർലാൻഡ്സിന്റെ മുന്നേറ്റത്തിലൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. നെതർലാൻഡ്സ് ഇപ്പോൾ ഒരു ഗോളിന് തോറ്റില്ല തന്നെ ആ മത്സരത്തിൽ. അതെ. അപ്പോൾ പക്ഷേ റൊണാൾഡോ കൂമാൻ എന്ത് ചെയ്യുന്നുള്ളതാണ്, കോച്ച് കൂമാന്റെ എന്തൊക്കെ തന്ത്രങ്ങൾ വരുന്നുള്ളതാണ്. നെതർലാൻഡ്സ് ഇപ്പോൾ അൾജീരിയനോടാണ് തോറ്റെന്ന് തോന്നുന്നു അല്ലേ? അൾജീരിയ നല്ല കളിയാ. അൾജീരിയ അതെ അർജന്റീനക്കെതിരെ കളിക്കാനുള്ള ടീമാണ്. പിന്നെ 2-1 ഒരു ഉസ്ബെക്കിസ്ഥാൻ അവർ ജയിക്കുകയും ചെയ്തു. ആ കളിയിൽ അവർക്ക് റെഡ് കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ നെതർലാൻഡ്സ് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുമെന്ന് കരുതുന്നു. നെതർലാൻഡ്സ് തന്നെ ആവും. ജപ്പാൻ ആയാലോ സാധ്യതയുണ്ടോ? ഗ്രൂപ്പ് ചാമ്പ്യൻ ആവാൻ സാധ്യത? ഞാൻ പറഞ്ഞല്ലോ സാധ്യത ഇവർ തമ്മിലുള്ള നെതർലാൻഡ്സും ജപ്പാനും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കും ഗ്രൂപ്പിലെ ഡിസിഷൻ മാച്ച് അല്ലേ? അതെ. ഗ്രൂപ്പിൽ ആരാവും എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു മാച്ച് അതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നെതർലാൻഡ്സും ജപ്പാനും മുന്നോട്ട് പോകുന്നതാണ്. സ്വീഡനും വേണമെങ്കിൽ സാധ്യത പറയാം. ടുണീഷ്യക്ക് സാധ്യതയില്ല. ടുണീഷ്യക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. ബെൽജിയം, അപ്പോൾ ഗ്രൂപ്പ് ജി ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ്. അതിൽ ഞാൻ ഇപ്രാവശ്യം ഇറാൻ്റെ ചില മത്സരങ്ങൾ കണ്ടു. ഇറാൻ എന്തോ ഒരു കോഴ്സ് ഉണ്ടെന്നോ അവർ കളിക്കുന്നതിലൊക്കെ ഒരു കോഴ്സ് ഉള്ളത് പോലെയാണ്. നല്ല രീതിയിൽ എന്താ പറയുക. അത് മാത്രമല്ല ഈ ഒരു സന്നാഹ മത്സരം നല്ല രീതിയിലൊക്കെ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർ പ്രാവശ്യം ഒരു നോക്കൗട്ട് സ്റ്റേജിൽ കടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മിഡ് 20s ഫിഫ റാങ്കിങ്ങിൽ വരുന്ന ടീമാണ്. ഇറാൻ നല്ല ടീം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോ ഈ പറഞ്ഞ ജപ്പാന്റെ ഒരു ഏഷ്യ ഒരു അപ്രമാദിത്വം വരുന്നത് വരെ ഇറാനായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ മേൽവിലാസം. അതെ. പക്ഷെ ഇറാൻ ഇത് അമേരിക്കൻ സോയിൽ ആയതുകൊണ്ടുകൂടി അവർക്ക് ചിലതൊക്കെ പ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. പറഞ്ഞില്ല, ഇപ്പോൾ അവര് ഓരോ മത്സരത്തിനും അവരിപ്പോ സ്റ്റേ ചെയ്ത് മെക്സിക്കോയിലാണ് പോയി വരണം. കുറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഓഡ്സ് എഗെയിൻസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് വാശി ഉണ്ടാവാം. മാത്രമല്ല ട്രംപ് കുറച്ച് മുമ്പ് വേൾഡ് കപ്പിന് കുറച്ച് മുമ്പ് നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇറാൻ വന്ന് കളിച്ചു പോയിക്കോട്ടെ, അവർക്കൊക്കെ നല്ല ടീം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ US-നേക്കാൾ മുമ്പിലായിരുന്നു ആ സമയത്ത് ഫിഫ റാങ്കിങ്ങിൽ ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമല്ല നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ കൂടുതലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ പക്ഷെ ബെൽജിയം, ഈജിപ്ത്, ന്യൂസിലാൻഡ്. ഈജിപ്തിനും സാധ്യത ഉണ്ട്. ഇന്ന് വരെ വേൾഡ് കപ്പിൽ ഒറ്റ കളി ഈജിപ്ത് ജയിച്ചിട്ടില്ല. പക്ഷെ നല്ല ടീമുണ്ട്. ഒമർ മർമോഷും മുഹമ്മദ് സലാഹ്. ന്യൂസിലാൻഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ജയിക്കും. ഇപ്രാവശ്യം ജയിക്കും. ന്യൂസിലാൻഡിനെ തോൽപ്പിക്കേണ്ടതാണ് അല്ലേ? പിന്നെ സാറ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ സംഭവം അതെ. അപ്പോൾ ന്യൂസിലാൻഡ് നമുക്ക് ഒഴിവാക്കിയാൽ ബെൽജിയം അവരുടെ സുവർണ തലമുറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു കപ്പ് കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം അതിന് ബെൽജിയം സുവർണ തലമുറ പിന്നിട്ടു, ഗോൾഡൻ ജനറേഷൻ ഇല്ല. ഇപ്രാവശ്യം എന്തെങ്കിലും കിരീട സാധ്യത ഒക്കെ ഡോക്കും ഒക്കെ ഉണ്ട്. പിന്നെ സുവർണ തലമുറ പ്രായം കടന്നിട്ട് ഇപ്പോൾ KDB ആണെങ്കിലും ബാക്കി ലുക്കാക്കു ആണെങ്കിലും ഒക്കെ സ്ക്വാഡിലുണ്ട്. ഒരു സെമി ഫൈനൽ സാധ്യത കാണുന്നുണ്ടോ ബെൽജിയത്തിന്? നോക്കൗട്ട് സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ബെൽജിയം ടീമിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ടീം ആണ് ബെൽജിയം. കോർട്ടുഗ ഗോൾ കീപ്പർ ആയിട്ടുണ്ട്. നോക്കൗട്ട് സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച്, പിന്നെ സമ്മർദ്ദങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പക്ഷെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ബെൽജിയം ആവുമോ? ആവാം. ബെൽജിയം. രണ്ടാമത് ഈജിപ്ത് ഒരു ഇറാൻ. ഇറാനാണ് ഞാൻ കാണുന്നത്. ഓക്കെ. അപ്പോൾ സല ഒന്ന് പാടുപെടും, സലയും മോർമോഷും ഒക്കെ. അതെ. അപ്പോൾ ഗ്രൂപ്പ് H-ലേക്ക് വരുമ്പോൾ സ്പെയിന്, കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വായ്. സ്പെയിന്
ഈസിലി ആണല്ലേ. ഒന്നാമത് വളരെ കോൺഫിഡൻസ് കേബർദനായിട്ടാണ് മത്സരം തുടങ്ങുന്നത്. നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൗദി അറേബ്യ റീസെന്റ് വളരെ മോശമാണ്. ആണല്ലേ. പക്ഷെ അവർക്ക് അൽ നസറിന്റെ 6 കളിക്കാർ, അൽ ഹിലാലിന്റെ 7 കളിക്കാർ എന്നൊക്കെ പറഞ്ഞ വലിയ പൊലിപ്പിക്കലുണ്ടല്ലോ ടീമായിട്ട് സൗദി അറേബ്യ. ഇനി എന്താ പറയുക, കോമ്പറ്റീഷൻ, അതായത് ആക്ച്വലി എന്താ പറയുക, വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത്, ഫൈനൽസ് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലേ. അതെ അർജന്റീന പണി കൊടുത്തവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കളിക്കുമ്പോഴേ ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഹൃദയം കൊണ്ട് ചിലപ്പോൾ കളിക്കും ചില ടീമുകൾ. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റും. അതാണ്. പക്ഷെ ഗ്രൂപ്പിൽ ഇപ്പൊ സ്പെയിൻ, ഉറുഗ്വായ് അല്ലേ മുന്നോട്ട് പോവാ. ഉറുഗ്വായ് അങ്ങനെയാണ് ഇപ്പോൾ ടേക്ക് എന്ന് പറയുന്നത്. ബിയൽസന്റെ ഉറുഗ്വായും അതുപോലെ ഡീലാഫ്യൂണ്ടന്റെ സ്പെയിനും. അപ്പോൾ ഇവിടെ സൂപ്പർ താരങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. റയലിന്റെ ബാഴ്സയുടെ ലാമിനെ യമാലും റയലിന്റെ ഫെഡെ വാൽവർദയും നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ ഏറ്റുമുട്ടിയിട്ട് ഗ്രൂപ്പിൽ ആരായിരിക്കും ചാമ്പ്യന്മാര്, ഗ്രൂപ്പ് ചാമ്പ്യന്മാര്? സ്പെയിനും ഉറുഗ്വയും കളിക്കുമ്പോഴാണ് കാര്യമില്ല പറഞ്ഞേ. അപ്പൊ ആര് ചാമ്പ്യന്മാർ, ഗ്രൂപ്പിൽ ആര് ചാമ്പ്യന്മാരാവുന്നുള്ളൂ ആ കളിയായിരിക്കുമല്ലോ തീരുമാനിക്കുക. സ്പെയിൻ ആവും അല്ലേ, ഉറുഗ്വ രണ്ടാമത് വരും. പിന്നെ ആർക്ക് സാധ്യത ഇല്ല, ശരിക്കും പറഞ്ഞാൽ സാധ്യത കുറവാണ്. ഇല്ല അല്ലേ. മൂന്നാം സ്ഥാനക്കാരായിട്ടൊക്കെ അത് പറയാൻ പറ്റില്ല. മറ്റ് ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളോട് നോക്കണം. ഗ്രൂപ്പ് ഐ ഒരു മരണ ഗ്രൂപ്പ് അല്ലേ? മരണ ഗ്രൂപ്പ് എന്ന് തോന്നുന്നത് ഇറാഖിന്റെ റീസെന്റിലെ സമനില കൊണ്ട് പറഞ്ഞതാണോ അതോ സെനഗൽ ഉള്ളതുകൊണ്ടാണോ? സെനഗലും നോർവേയും സ്ട്രോങ് ആയതുകൊണ്ട് പറഞ്ഞാണ്. നോക്കുകയാണെങ്കിൽ സെനഗലും റീസെന്റ് തോറ്റിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ഥിരത എന്നുള്ള രീതിയിൽ പറയാനൊന്നും പറ്റൂല. മറ്റേ CAF മറ്റേ അവിടുത്തെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഒക്കെ എടുത്തിരുന്നു, അഫ്കോണൊക്കെ ജയിച്ചിരുന്നു. പിന്നെ കച്ചറുണ്ടായി കപ്പ് അവർക്കല്ല മറ്റേ മൊറോക്കോ കാണുന്നൊക്കെ CAF തീരുമാനം കാണുന്നത്. ഇപ്പൊ ഞാന് ഫ്രാൻസ് സെനഗലാണ് ഫസ്റ്റ് മത്സരം. ഇത് തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനെ നിർണ്ണയിക്കും. ആരാണ് ഗ്രൂപ്പ് ചാമ്പ്യൻസ് എന്നുള്ള കാര്യം പ്രധാനമായിട്ട്. അല്ല, നോർവേ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെന്നേ. ഒരിക്കലും പറ്റില്ല. നോർവേ നല്ല രീതിയിലുള്ള ഹാലൻഡിന്റെ ഗോളിന് തീർച്ചയായിട്ടും 98-ന് ശേഷം ആദ്യമായിട്ടാണ് നോർവേ വരുന്നത് അല്ലേ. ഞാൻ കരുതുന്നു ഫ്രാൻസിന് പുറമെ ഫ്രാൻസ് നോക്കൗട്ടിലേക്ക് കടക്കുന്നു വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെനഗൽ, നോർവേയാണ് ഞാനിവിടെ ഇതിന്റെ ടേക്ക് ശരിക്കും നോർവേയാണ്. പക്ഷെ സെനഗലിലും സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ട്. മാനയൊന്നും അല്ല ഒരു പ്രധാന പ്ലെയർ എന്നുള്ളതാണ് ഇപ്പൊ. അത്രയും ടീമിനെ അവർ വളർത്തി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. സാറും സെനഗൽ റാങ്കിങ്ങിൽ ഇപ്പോ 14 റാങ്കിലൊക്കെയാണ് സെനഗൽ ഇപ്പൊ മുന്നോട്ട് കയറി വന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അത് ഒരു ടൈറ്റ് ഗ്രൂപ്പാണ്. കാരണം ഈ മൂന്നാമത് ആര് പിടിക്കുന്നുള്ളതും ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. ഫ്രാൻസിന് വേണമെങ്കിൽ ഇതിന്ന് ആരെ കയ്യിൽ നിന്നും ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട് അല്ലേ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഫ്രാൻസ് തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക. പിന്നെ ഗ്രൂപ്പ് ജെ നമ്മുടെ അർജന്റീനയുടെ ഗ്രൂപ്പാണ്. അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ. എന്ത് പറയുന്നു? അർജന്റീന, അൾജീരിയ അനായാസം ഓസ്ട്രിയ കോമ്പറ്റീഷൻ കൊടുത്തൂടെ? ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഈ ഈജിപ്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ കയറാനുള്ള സാധ്യത കുറവാണ്. നല്ല രീതിയിൽ അങ്ങോട്ട് ഇങ്ങനെ നോക്കൗട്ട് മാക്സിമം നോക്കൗട്ട് സ്റ്റേജ് ഫസ്റ്റ് നമ്മൾ റൗണ്ട് ഓഫ് 16 അല്ലെങ്കിൽ ഇപ്പൊ ഇതേപോലെ പക്ഷെ ഇതിൽ നിൽക്കുന്ന ഓസ്ട്രേലിയയെക്കാളും സാധ്യത അൾജീരിയക്ക് എനിക്ക് കാണുന്നത്. ഓസ്ട്രേലിയക്കാൾ സാധ്യത അൾജീരിയക്കാണ് അല്ലേ. അൾജീരിയ ഇപ്പോൾ റിയാദ് മെഹ്റസ് അങ്ങനെയുള്ള താരങ്ങള്, പിന്നെ മസ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും അർജന്റീനക്ക് ഈസിയാണ് ഗ്രൂപ്പ്. ജോർദാന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ജോർദാന് സാധ്യതയില്ല. അർജന്റീനക്ക് ഈസിയാണ്. അർജന്റീനക്ക് ഈസിയാണ് നമ്മൾ കാണുമ്പോൾ. അൾജീരിയ പണി കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഗ്രൂപ്പ് ഈസിയാണ് അർജന്റീന. അപ്പൊ അൾജീരിയയായിട്ടുള്ള കളി എന്താവുന്നുള്ളത്. അപ്പൊ അൾജീരിയ എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സിനെ അട്ടിമറിച്ചു. സന്നാഹ മത്സരമാണ്, അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, എന്നാൽ പോലും അവരെ അട്ടിമറിച്ചു. ഉറുഗ്വായിനെ അവർ നേരത്തെ ഗോൾ ചെയ്ത സമനിലയിൽ പിടിച്ചു. സമീപകാലത്തൊക്കെ നല്ല റിസൾട്ടുകൾ അവർ ഉണ്ടാക്കി വന്നിട്ടുള്ളതാണ്. അപ്പം ഏറ്റവും ഒടുവിൽ ബൊളീവിയക്കെതിരായിരുന്നു. എന്നാലും അർജന്റീനയൊക്കെ ഒരു വെല്ലുവിളിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ അർജന്റീന. രണ്ടാമത് ആരാണ്? രണ്ടാമത് അൾജീരിയ. ഓക്കെ. ഗ്രൂപ്പ് കെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഗ്രൂപ്പാണ്. അതായത് പോർച്ചുഗലിന്റെ ഗ്രൂപ്പാണ്. പോർച്ചുഗൽ, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ. പോർച്ചുഗൽ, കൊളംബിയ വരേണ്ടതാണ്. പോർച്ചുഗലിന് ഉസ്ബെക്കിസ്ഥാൻ പണി കൊടുക്കുമോ? ഉസ്ബെക്കിസ്ഥാന് പണി കൊടുക്കുക. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എനിക്ക് തോന്നുന്നു മിക്കവാറും കളിക്കല് അവർ ഡിഫൻസ് ആയിരിക്കും. അബ്ദുൽ ഖാദിർ കുഷാനോവ് മാഞ്ചസ്റ്റർ സിറ്റിന്റെ. അപ്പോ ഇപ്പൊ നെതർലൻഡ്സിനെതിരെ അവർ 2-1 തോറ്റിരുന്നു. പക്ഷെ നന്നായിട്ട് ബസ് പാർക്ക് ചെയ്താലേ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ ഇത് ഈ നെതർലൻഡ്സ് ഉസ്ബെക്കിസ്ഥാനെതിരെ ജയിക്കാൻ അവസാനം കിട്ടിയ ഒരു പെനാൽറ്റിയിലാണ് ജയിച്ചു കയറുന്നത് നെതർലൻഡ്സ്. അപ്പം ഇപ്പൊ പോർച്ചുഗൽ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കളിയിലല്ലേ എത്ര അവസരങ്ങൾ. ക്രിസ്ത്യാനോ ഫ്ലോപ്പ് അങ്ങനെ ചോദിച്ചപ്പോൾ
കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ക്രിസ്ത്യാനോ ഫ്ലോപ്പ് ആവുമോ? കാരണം പോർച്ചുഗീസ് മാധ്യമങ്ങൾ പോലും കഴിഞ്ഞ കളികൾ വെച്ചിട്ട് ആ രൂപത്തിലാണ് ചോദിക്കുന്നത്. അല്ല, ക്രിസ്ത്യാനോന്റെ കേസിൽ ഞാൻ പറഞ്ഞത് വേഗത ഒരു വിഷയമാണ്. വേഗത, അതായത് മറ്റുള്ള കൂടെയുള്ള വിങ്ങേഴ്സിൻ്റെയും അതേപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിനും വിങ്ങേഴ്സിൻ്റെ കൂടെ എത്താൻ പാടുപെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അക്യുറസി നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഓപ്പൺ ചാൻസ് അവസ്ഥയായിരുന്നു. വേഗത്തിൽ ക്രിസ്ത്യാനോയുടെ പ്രത്യേകത പറഞ്ഞെങ്കിൽ എപ്പോഴും നല്ലൊരു കോമ്പറ്റീറ്ററാണ്. അപ്പൊ അവരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു വിശ്വാസം കളയില്ല. മൂപ്പര് അതിനനുസരിച്ച് ശ്രമിക്കുകയാണ് ചെയ്യുക. ആക്ച്വലി നമ്മൾ ഏജ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അതെല്ലാരും ബാധിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഇപ്പൊ പ്രായം തളർത്താത്ത പ്രതിഭ എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ എല്ലാവരും പ്രായം തളർത്തും എന്നുള്ളതാണ് അല്ലേ? അപ്പോ നമ്മൾ പറയുമ്പോഴേ പോർച്ചുഗലിനൊരു ബുദ്ധിമുട്ടാവുമോ ക്രിസ്ത്യാനോന്റെ സാന്നിധ്യം? ശരിക്കും ഇതൊക്കെ ചോദിക്കുന്നത് പല സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ വസ്തുതകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണല്ലോ. പക്ഷെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പായിരുന്നു. സന്നാ മത്സരം അല്ലേ, കൂടുതൽ സമയം കൊടുത്ത് ആ ഒരു വളരെ ഒരു ഒബ്വിയസ്ലി വളരെ മിസ്സായ ഒരു കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ വേഗം വലിച്ചു. പക്ഷെ ഇന്നലെ എന്ന് പറയുമ്പോഴേ ബാക്കിയുള്ള എല്ലാവർക്കും 45 മിനിറ്റും ക്രിസ്ത്യാനോക്ക് 60 മിനിറ്റാണ് കൊടുത്തത്. അത് നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. കോച്ച് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു അത് പ്ലാൻഡ് ആണ്, ക്രിസ്ത്യാനോ കുറച്ചുകൂടി സമയം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ക്രിസ്ത്യാനോ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ആ ഒരു ഫ്രസ്ട്രേഷൻ വേൾഡ് കപ്പിൽ മാറുമോ അതോ അത് എന്താവുന്നില്ല. ഇപ്പൊ കോങ്കോക്കെതിരെ ഗോൾ അടിച്ചില്ലെങ്കിൽ, ഇപ്പം ഈ 2 സന്നാ മത്സരങ്ങളും ഗോൾ അടിച്ചിട്ടില്ല, കോങ്കോക്കെതിരെ ഗോൾ പോർച്ചുഗലിലേക്ക് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ റോബർട്ടോ മാർട്ടിനസ് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ആവണില്ലല്ലോ. അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഉള്ള ടീം, എനിക്ക് തോന്നുന്നു റൊണാൾഡോയെ മാറ്റി നിർത്തിയിട്ടുള്ള ടീം നന്നായിട്ട് കളിക്കും. നല്ല വേഗതയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഇപ്പോൾ അവർ പ്യൂർ സ്ട്രൈക്കേഴ്സ് തന്നെ വേണമെന്നില്ലല്ലോ. അവരിപ്പോൾ അല്ലാതെ തന്നെ അവർ ഗോൾ അടിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പം ഗോൺസലോ റാമോസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ അവർക്ക് പ്യൂർ സ്ട്രൈക്കർ ആയിട്ട് യൂസ് ചെയ്യാം. സ്പെയിൻ എങ്ങനെയാണ് കളിക്കുന്നത് ജയിക്കുന്നത്, സ്പെയിനിന്റെ ആ രീതിയിലേക്കൊക്കെ അവരെ കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ വേറെ ഇപ്പൊ ഇന്നലെ കോൺഷ്യസാവ് ഗോൾ അടിച്ചു. ഗോൾ അടിക്കാനൊക്കെ ആളുകളുണ്ട്. പക്ഷെ സാർ ഈ പറഞ്ഞത് വല്ലാത്ത ഒരു എന്താ പറയാ ധൈര്യത്തിൽ കോച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അതായത് ക്രിസ്ത്യാനോനെ മാറ്റി നിർത്തുക, ക്രിസ്ത്യാനോനെ ഒരു സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് ഇറക്കുക ഒരു 60 മിനിറ്റിന് ശേഷം 70 മിനിറ്റിന് ശേഷം ആണെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി ഒരു വിഷയമാണെന്നുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അതൊരു ഈ വിഷയമായിരുന്നു. അതല്ല ഇപ്പൊ ക്രിസ്ത്യാനോയോട് നമുക്കൊന്നും പറയാനും പറ്റൂല. ഗ്രൗണ്ടിൽ ഇറങ്ങി ചിലപ്പോൾ അടുത്ത കളിയിൽ നേരെ തിരിച്ച് ഇതൊക്കെ മറിച്ചിടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഗ്രൂപ്പില് പോർച്ചുഗലും കൊളംബിയയും ഈസിലി എന്നാണ് സാറ് പറയുന്നത്. അതെ അതെ അല്ലേ? അപ്പോൾ ആര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും? കൊളംബിയ പോർച്ചുഗലിന് പണി കൊടുക്കും? പോർച്ചുഗൽ കൊളംബിയ മത്സരം എങ്ങനെയാണ് അതനുസരിച്ചിരിക്കും അല്ലേ? അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകും എന്നുള്ളതാണ് നിലവിൽ. പിന്നെ കൊളംബിയ പറഞ്ഞാൽ അമേരിക്കൻ സോയിലാണ് മത്സരം നടക്കുന്നത്. ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ എന്ന് പറയുമ്പോൾ 2 അമേരിക്കൻ കൂടി ഒരുമിച്ചാണ് പൊതുവെ എടുക്കാറുള്ളത്. അതെ അതെ. പിന്നെ ഗ്രൂപ്പ് എല്ലിലേക്ക് വരുമ്പോഴേ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനാമ. കുറച്ച് ടഫല്ലേ ഗാന ഒക്കെ? പനാമ ഒരു വിഷയമല്ല, പനാമ ഒഴിവാക്കാം. ബാക്കി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ അസമയോഗ്യാന്റെ ഗാനം എന്നാലും ഗാന കോമ്പീറ്റ് ചെയ്യും. പറഞ്ഞില്ല, ആഫ്രിക്കൻ കൺട്രീസ് പൊതുവെ ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ കാണാത്ത, അതിന് മുമ്പൊക്കെ വളരെ മോശം പെർഫോം ചെയ്യുന്ന ടീമുകളൊക്കെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് ഓർ ക്രൊയേഷ്യ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഇപ്പൊ റീസെന്റ് വലിയ പെർഫോമൻസ് ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? അല്ല, 40 വയസ്സായി നിങ്ങളെ സൂപ്പർ താരത്തിനെന്നാണ് പറഞ്ഞത് ക്രൊയേഷ്യക്കാരോട്. അപ്പോൾ അതിന് കോച്ചിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് 60 കൊല്ലമായിട്ട് ഒരു മെഡൽ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അതിനിടയിൽ 3 മെഡൽ കിട്ടി വേൾഡ് കപ്പിൽ നിന്നാണ്. അതായത് 2018 2ാം സ്ഥാനം, 2022 3ാം സ്ഥാനം, 98 തോന്നുന്നു ഒരു സെമിയിലെത്തിയത് പിന്നെ ഒന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ 3 മെഡൽ ഉണ്ട്, ഇംഗ്ലീഷുകാർക്ക് എന്താ ഉള്ളത് കഴിഞ്ഞ 60 കൊല്ലം എന്നാ ചോദ്യം. കെയ്ൻ അല്ലാതെ ആരുണ്ടെന്നാ ചോദിച്ചത്. ഇംഗ്ലണ്ട് ആ കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ട് അവിടെ നിർത്തുക, അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. അതായത് ഒന്നിൽ കൂടുതൽ കളി കഴിയുന്നത് വരെ ഗോൾ അടിക്കാൻ ശ്രമിക്കേണ്ട രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ പലപ്പോഴും കണ്ടുള്ള സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഈ കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു ഗോൾ അടി അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ അതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് വളരെ ഡള്ളായിട്ടുള്ളത്, പിന്നെ അത് ഡ്രോയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ സന്നാ മത്സരത്തിലൊക്കെ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ വീണ്ടും പോയിട്ട് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രീമിയർ ലീഗിൽ കാണുന്ന ഒരു ഫാസ്റ്റായ രീതിയിലൊക്കെ കളിക്കുന്നത്. ടോഷലാണ് കോച്ച്, അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. പിന്നെ ഗോർഡനും
ഇക്കഴിഞ്ഞ കളി വാറ്റ്കിൻസ് നമ്മുടെ ഒലി വാറ്റ്കിൻസും അതുപോലെ ഗോർഡനുമാണ് ഗോൾ അടിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഹാരി കെയിന്റെ ഗോൾ അടി ഉണ്ടാവും, ഉണ്ടാവും, സാക്ക ഉണ്ടാവും, ഡെക്ലാൻ റൈസ് ആണ് കഴിഞ്ഞ കളി ഗോൾ അടിച്ചത്. അല്ലെ അല്ലെ, എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നുകൊണ്ട് മാറിപ്പോയത്. റൈസും ഗോർഡനും വാറ്റ്കിൻസും 3 ആളും അടിച്ചിട്ടുണ്ട്. മോസ്റ്റാറിക്കെതിരെ 3-0 ജയിച്ചത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ട് ആയിരിക്കില്ലേ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ? ഇംഗ്ലണ്ട് ആയിരിക്കും. നമ്മൾ കടലാസിൽ രണ്ടാമത് ക്രൊയേഷ്യ വരും. രണ്ടാമത് ക്രൊയേഷ്യ. ഗാനക്ക് സാധ്യത കുറവാണ്. എൻ്റെ ഒരു ടേക്ക് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളും ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നതിനനുസരിച്ച് മാറും. ഇനി വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ പോർച്ചുഗൽ ഇത്തവണ വേൾഡ് കപ്പ് അടിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു ഫെയറി ടൈൽ എൻ്റെ ആയിരിക്കും ആ ഒരു കരിയറിന്? ഞാൻ ഈ ഗ്രൂപ്പ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമല്ലാതെ ചോദിക്കുകയാണ്, സാധ്യത കാണുന്നുണ്ടോ? സാധ്യത ഉണ്ട്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഇപ്പോൾ മാനേജർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫുട്ബോളിൻ്റെ കേസിൽ, ഇപ്പോൾ ക്രിക്കറ്റ് പോലെയല്ല, ഒന്നുകൂടി എന്താ പറയുക, ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാനേജർമാർ എന്ന് പറയുകയാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കളിക്കാരെ മാറ്റിയിട്ട് 11 ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിൻ വന്നതിന് ശേഷം മുമ്പ് നമുക്ക് എങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫെർണാണ്ടോ സാന്റോസ് മാറ്റം വരുത്തി, പക്ഷെ അത് കുറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു റോബർട്ടോ മാർട്ടിൻസ് ഒരു കൺഫേമിംഗ് ആണ് ആള് ഇയാളെങ്കിൽ എന്താ പറയാ. ഇപ്പൊ ക്രിസ്ത്യാനോ മോശമായിട്ട് കളിക്കുമ്പോഴും കഴിഞ്ഞ യൂറോ കപ്പിലും ഇദ്ദേഹം വന്നിട്ട് അത് ന്യായീകരിക്കാൻ ചെയ്യും, അങ്ങനെയല്ല നന്നായി കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്യൂ ഒന്നുകൂടി നമ്മളൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ സമീപനം വേണം എന്നുള്ളതാണ്. അത് ഞാൻ ഈ പോർച്ചുഗലിന്റെ ടീമിനെ കുറിച്ചുള്ള ഒരു വിശകലനം പോർച്ചുഗീസ് മാധ്യമം ബോലനിൽ വായിച്ചത്, അതിൽ പറഞ്ഞ പോർച്ചുഗൽ എല്ലാം കൊണ്ടും ഓക്കെയാണ്, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ്. അതാണോ? അങ്ങനെയാണോ സാറ്? അതന്നെയാണ് എന്താ പറയാ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലൊന്നും ഇമോഷൻസ് നമ്മൾ എന്താ പറയാ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അർത്ഥമില്ല. ഒന്നുകൂടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കലി കൈകാര്യം ചെയ്യണം. ഒന്നുകൂടി ആ ഒരു വിമർശനാത്മകമായിട്ട് ആ രീതിയിലുള്ള സമീപനം വേണം. പ്ലെയേഴ്സ് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്രിസ്ത്യാനോ ഒന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ഒരുപാട് ഇപ്പോൾ പോർച്ചുഗലിന് പ്രതിഭാധാര ഇപ്പോൾ എന്താ പറയുക ഒരു ധാരാളിത്തം മുമ്പത്തെ നമ്മൾ പറഞ്ഞിപ്പോൾ ഒരു 2006 ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പോർച്ചുഗൽ ഉണ്ടായിരുന്നില്ലേ, ഫിഗോയും. ഓക്കെ, ഇപ്പം അതിന് ശേഷം ഇപ്പോൾ അത്രയും വളരെ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് പറഞ്ഞത്. അപ്പോൾ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിലും മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഫോർവേഡ്സും ഒക്കെ നല്ലതാണ്. അതായത് കിട്ടുകയാണെങ്കിൽ കിട്ടണം. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കോച്ച് തയ്യാറാവുന്നതാണ്. അപ്പോൾ അതാണ് സാറിന് ആ കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും നമ്മൾ എല്ലാ ഗ്രൂപ്പുകളെ കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വിഷയങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ കളിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഉദ്ഘാടന മത്സരം നടക്കട്ടെ, ബാക്കി നമുക്ക് അതിൻ്റെ പിന്നാലെ പൊളിക്കാം. ഏതായാലും റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ കൂടുതൽ വിശകലനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.